ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം അലയടിക്കുന്നു. 10,000-കണക്കിന് ആളുകളാണ് തെരുവോരത്ത് പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നത്. അഴിമതി സർക്കാർ തുലയട്ടെ, രാജ്യഭരണം നീണാൽ വാഴട്ടെ എന്ന മുദ്രാവാക്യമാണ് ഇവർ ഉയർത്തുന്നത്. കഴിഞ്ഞ 17 വർഷമായി അഴിമതിയും അസ്ഥിരതയും കൊണ്ട് മുടിഞ്ഞ ജനങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്തണം എന്ന് തന്നെയാണ് ഇതിലൂടെ അവരുടെ ആവശ്യം. മുൻ രാജാവായ ജ്ഞാനേന്ദ്ര ഷായുടെ ആ ചരിത്രങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധകർ സമരരംഗം കൊഴുപ്പിക്കുന്നതും. രാജവാഴ്ച പുനർസ്ഥാപിക്കുന്നതുവരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്നും പ്രതിഷേധകർ വ്യക്തമാക്കുകയാണ്. അതേസമയം പ്രതിഷേധത്തിനിടെ കാഠ്മണ്ഡുവിൽ നിരോധിത പ്രദേശത്ത് പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ മുൻ ആഭ്യന്തരമന്ത്രി കമൽ താപ്പു അടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേപോലെ നേപ്പാളിലെ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തി രംഗത്ത് വന്നിരുന്നു. അതേസമയം പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിലും നേപ്പാൾ സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കാഠ്മണ്ഡു റിംഗ് റോഡ് പ്രദേശത്ത് അവിടങ്ങളിലേക്ക് പ്രവേശനം നിരോധിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അതനുസരിച്ചുകൊണ്ട് ഈ വിലക്ക് ജൂൺ 2 മുതൽ അടുത്ത 2 മാസത്തേക്ക് തുടരും. തലസ്ഥാനത്തെ ബിസിനസ് പ്രവർത്തനങ്ങളിലും ഗതാഗത സേവനങ്ങളിലും തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നേപ്പാളിന്റെ ഹിന്ദു രാഷ്ട്രമെന്ന പദവി പുനഃസ്ഥാപിക്കണമെന്നും ഭരണഘടനാപരമായ ഈ രാജവാഴ്ചയ്ക്ക് അംഗീകാരം നൽകണമെന്നുമാണ് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ. ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പാർട്ടി സമാധാനപരമായ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ് എന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം തന്നെ ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ആ പ്രവർത്തകർ നിരവധി റാലികൾ നടത്തി കഴിയുകയും ചെയ്തു. സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുകയാണ് എങ്കിൽ ഒരു വൻ വിപ്ലവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും അതുപോലെ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ചെയർമാൻ രാജേന്ദ്രയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. 2015-ലാണ് പുതിയ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് നേപ്പാൾ മതേതര റിപ്പബ്ലിക്കായി മാറിയത്. അതിനു മുൻപേ 2008-ൽ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉദ്ഘാടനം അതുപോലെ രാജഭരണത്തെ വിസ്മൃതിയിൽ ആഴ്ത്തിക്കൊണ്ട് നേപ്പാൾ ഹിന്ദു രാഷ്ട്രമല്ലാതായി തീരുകയാണ് ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ വേണം ആരാണ് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി എന്നും എന്താണ് അവരുടെ പുതിയ ആവശ്യങ്ങൾക്ക് പിന്നിലെന്നതും പരിശോധിക്കേണ്ടതും. രാജവാഴ്ചയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം വേണമെന്നും നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായി തുടരണമെന്നും വാദിക്കുന്നവരാണ് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി. 1990-ൽ രാജവാഴ്ച കാലത്ത് തന്നെ മുൻ പ്രധാനമന്ത്രിമാരായ സൂര്യ ബഹദൂർ ലപ്പത്തയും അതുപോലെ ലോക കേന്ദ്ര ബഹദൂർ ചന്ദും ചേർന്നുകൊണ്ട് സ്ഥാപിച്ചതാണ് ഈ പാർട്ടി. 1997-ൽ ലപ്പത്തയുടെയും ചന്ദിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ 2 തവണ വിജയകരമായ മുന്നണി സർക്കാരുകളെ നയിച്ച പാർട്ടി കൂടിയാണ് RPP. 2000 ആണ്ട് ആദ്യ ദശകത്തിന്റെ ആദ്യ പദവിയിൽ ജ്ഞാനേന്ദ്ര രാജാവ് ഇരുവരെയും ഓരോ തവണ പ്രധാനമന്ത്രിമാരായി നിയമിക്കുകയും ചെയ്തു. 2002-ൽ സൂര്യ ബഹദൂർ അതുപോലെ 2003-ൽ ലോകേന്ദ്ര ബഹദൂർ എന്നിവർ പ്രധാനമന്ത്രിമാരായിരുന്നു. 2022-ൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ 14 സീറ്റ് നേടിയ RPP 275 അംഗ ജനപ്രതിനിധി സഭയിലെ 5ാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയായിരുന്നു. നേപ്പാളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 7 ദേശീയ പാർട്ടികളിൽ ഒന്നുകൂടിയാണിത്. തുടക്കത്തിൽ തന്നെ മുന്നണിയുടെ ഭാഗമായിരുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി 2023 ഫെബ്രുവരി 25-ന് പ്രതിപക്ഷത്തേക്ക് മാറുകയാണ് ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.